GMLPS കാരാത്തോട് മൽഹാർ 2K25 വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. വാർഷികാഘോഷ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിനായി സ്വാഗതം പറയുന്നതിനായി GMLPS കാരാത്തോടിന്റെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ PK അബ്ദുസമദ് അവരെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യമായി നമ്മുടെ ഈ 107ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ അബൂ താഹിറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന PMSA AMAP സ്കൂൾ മാനേജർ നമ്മളെ അസ്ലു സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ SMC ചെയർമാൻ മർസൂഖിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PT മീതിൻകുട്ടി മാഷയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങൾ, SMC കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ നമ്മുടെ കുട്ടികളുടെ പരിപാടി വീക്ഷിക്കാനെത്തിയ നമ്മുടെ നല്ലവരായ നാട്ടുകാരെയും രക്ഷിതാക്കളെയും നമ്മളെ കുട്ടികളെയും എല്ലാവരെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. 107ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ PK അബ്ദുസമദ് PTA പ്രസിഡന്റ് അവർക്ക് സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ P കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ മരണവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതിനാൽ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി സീനിയർ അസിസ്റ്റന്റ് GMLPS കാരാത്തോട് ശ്രീ നജീബ് മാക്ഷെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ വിദ്യാർത്ഥികൾ, നമ്മുടെ GMLPS കാരാത്തോടിൻ്റെ കുറച്ച് മുമ്പ് GMLPS ഊരകം മേൽമുറി എന്ന പേരുണ്ടായിരുന്ന നമ്മുടെ GMLPS കാരാത്തോടിൻ്റെ 107ാമത് വാർഷിക ആഘോഷങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പുരോഗതിയിലും ഭാഗവാക്കാകുന്ന ഒരു പറ്റം നമുക്ക് മുന്നിൽ നടക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ വേദിയിലുള്ളത്. നമ്മുടെ സ്കൂള് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടുള്ള തേങ്ങാക്കൂട് സ്കൂൾ എന്ന പേര് 2000 മാറ്റി 2000 നമ്മൾ പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നു. അതിനുശേഷം കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ അത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു 2 ക്ലാസ് റൂം 2015 അതിനുശേഷം കഴിഞ്ഞ കൊല്ലം ഏകദേശം 1.25 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആർക്കും തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടാവും. പുതിയ 2 ക്ലാസ് റൂമുകൾ, വിശാലമായ 2 ഹാളുകൾ, മുകളിൽ വൃത്തിയുള്ള ഭംഗിയുള്ള തറകള്, ഫ്ലോറിംഗ് ടൈലുകൾ, ചുറ്റുമതില്, ഗേറ്റ്,
യൂറിനറി ടോയ്ലറ്റ് എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള പെയിന്റിങ്, ഇങ്ങനെ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധയിലുണ്ടായിരിക്കും. അത്തരം വികസന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ ബ്രെയിന്, അതിൻ്റെ പിന്നിലുള്ള ചാലക ശക്തി നമ്മുടെ വാർഡ് മെമ്പറായ നമ്മുടെ പ്രിയങ്കനായ അബു തോഹിറാണ്. അദ്ദേഹം അതിൻ്റെ ഒന്നാം ഘട്ടം മുതൽ, അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ആസൂത്രണത്തിനെയും നമ്മുടെ കൂടെ ഉണ്ടാകുകയും അദ്ദേഹമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളൊന്ന് നിന്നു കൊടുത്തേ ഉള്ളൂ. അദ്ദേഹം അത് നമ്മുടെ MLA-യുമായി സംസാരിച്ചു. MLA-യുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടി അത് നമുക്ക് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടാണ് നമുക്ക് ലഭിച്ചത്. ആ ഫണ്ട് വിനിയോഗിച്ച് ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഒരു ഗവൺമെന്റ് ഫണ്ട് വിനിയോഗിക്കുന്നത് നമുക്കറിയാം. പക്ഷെ അത് നമ്മുടെ സ്കൂളിനും നാട്ടുകാർക്കും കുട്ടികൾക്കും ഏറ്റവും ഗുണകരമായി മാറുന്നതിന് അദ്ദേഹം ആദ്യം മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള നമ്മുടെ സ്കൂളിൻ്റെ പേരുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. നന്ദിയുടെ സമയമല്ല എങ്കിലും കൂടെ അദ്ദേഹം നമ്മുടെ ഊരകം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നമുക്ക് ഈ വർഷം കുറേ ബെഞ്ചുകൾ, ഡെസ്കുകൾ, അലമാരകൾ, 200ന്റെ മുകളിൽ കസേരകൾ നമ്മുടെ മുകളിലുള്ള ഹാളിലേക്ക്, അതേപോലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് കുടിവെള്ളത്തിന് ചില പ്രയാസങ്ങളുണ്ട്. അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഈ കൊല്ലം തന്നെ പദ്ധതികൾ ഒന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ശ്രമഫലമായി ഈ അമ്പറാട്ട് കുളത്തിൽ നിന്ന് നിലവിലുണ്ടായിരുന്ന പണ്ടത്തെ ആ ജലപദ്ധതി ഒന്നുകൂടി നന്നാക്കിയെടുത്ത് അതിന് വേണ്ട 4-5 ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഊരകം പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന വാർഡ് മെമ്പർക്ക് ഞങ്ങൾക്കുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, എന്നാലും പറയാതിരിക്കാൻ പറ്റൂല. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം നമ്മൾക്ക് ഒരു അനാവശ്യമായ ഒരു ഇടപെടലുകൾ അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാലോ നമുക്ക് ഒരു ജ്യേഷ്ഠ എന്നുള്ളവർക്ക് ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, പിന്തുണ കിട്ടാറുണ്ട്, സഹായം കിട്ടാറുണ്ട്. അത് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഇവിടെ സ്മരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അസുലാക്കയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ സ്കൂള് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. എന്ത് കാര്യത്തിനും നമ്മുടെ സ്കൂളിൻ്റെ ഇത് 2 സ്കൂളാണ് എന്ന് പേര് കൊണ്ട് മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ സ്കൂൾ പോലെ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി ഇന്ന് കിട്ടുന്ന നമുക്കുള്ള ഒരു സഹായമാണ്. അപ്പോൾ ഈ വേദിയൊക്കെ കിട്ടാൻ ജസ്റ്റ് അദ്ദേഹത്തിനോട് നമുക്കൊന്ന് പറയേണ്ടി വന്നിട്ടുള്ളൂ. അദ്ദേഹം അത് വളരെ വിശാലതയോടുകൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഒന്ന് നമ്മളോട് ഉള്ളത്. മറ്റൊന്ന് നമുക്കുള്ളത്, നമുക്ക് ഏത് നേരത്തും നമുക്ക് ഓടി നടക്കാനുള്ള നമ്മുടെ ഈ ഊരകത്തിൻ്റെ സ്വന്തം മൈദീൻകുട്ടി മാഷാണ്. അതേപോലെ നമ്മുടെ പുതിയ PTA പ്രസിഡന്റ് അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കാലത്തിന് ശേഷം മർസൂക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടി ഇവിടുന്ന് പോയപ്പോൾ പുതിയ വന്ന PTA പ്രസിഡന്റ് സമ്മത് ഏത് കാര്യത്തിനും നമ്മൾ കൂടെ ഉണ്ടാറുണ്ട്. അതേപോലെ SMC ചെയർമാനായി സ്ഥാനം അലങ്കരിക്കുന്ന മർസൂക്ക്, അദ്ദേഹം ഇപ്പോഴും ഏത് സമയവും നമ്മളെ കൂടെയുള്ള ഒരു വ്യക്തിത്വമാണ്. അതേപോലെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് മൻസൂർ, നമ്മുടെ അലിയാക്ക, അങ്ങനെ എല്ലാവരും, അലുകുട്ടിയാക്ക, എല്ലാവരും നമ്മുടെ ഈ SMC അംഗങ്ങളുടെ കൂടി ഒരു കൂട്ടായ ഒരു പ്രയത്നം കൊണ്ടാണ് നമുക്ക് വാർഷികവും നമ്മുടെ സ്കൂളിൻ്റെ വ്യത്യസ്ത പരിപാടികളും ഇത്ര ഭംഗിയായി നമുക്ക് നടത്താൻ കഴിയുന്നത്. ആ കാര്യം ഇവിടെ സ്മരിക്കുന്നു. ഇനി ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രഭാഷണവും അതിനുശേഷം നടക്കുന്ന വ്യത്യസ്ത സമ്മാന വിതരണത്തിനു വേണ്ടി നമ്മുടെ ചീഫ് ഗസ്റ്റായ നമ്മുടെ സ്വന്തം അബു തോയറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മൾ നജീബ് മാഷും, സ്വാഗതം പറഞ്ഞ
PTA പ്രസിഡന്റ് സമദ്, വേദിയിലിരിക്കുന്ന അസ്ലോക, മർസൂഖ്, PT മാഷ്, മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമുക്കറിയാം പഠനത്തിനോടൊപ്പം തന്നെ നമ്മൾ എന്നും മുന്നിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ കല, കായികം എല്ലാം. സാധാരണ രീതിയിൽ LP സ്കൂളിൽ ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ക്ഷണിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് ശരിക്കും ആ പരിപാടിയിൽ വന്ന് നമുക്ക് സംസാരിക്കുക എന്നുള്ളത്. കാരണം ചെറിയ ചെറിയ മക്കളാണല്ലോ, അവരോട് വലിയ സാഹിത്യമോ അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവും. കാരണം അവരെ ശ്രദ്ധ മുഴുവൻ കളിയിലും ചിരിയിലൊക്കെ ആണല്ലോ. പക്ഷേ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്കറിയാം, മക്കളെ പരിപാടിയാണെങ്കിലും ഈ മക്കളെ പരിപാടികൾ വീക്ഷിക്കാനെത്തുന്നതൊക്കെ അധികം അവർ രക്ഷിതാക്കളാണ്, പ്രത്യേകിച്ച് ഉമ്മമാർ. അപ്പോൾ ഈ വേദിയിൽ നമുക്കറിയാം നജീബ് മാഷിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ നല്ല പ്രൊമോഷനാണ് ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയുള്ളത്. ഒന്ന്, എൻ്റെ നാടാണ്. രണ്ട്, ഒരു മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ഒരു ഇൻ്റർമീഡിയറ്റ് എൻ്റെ ഒരു പണി മാത്രമാണ് ഞാൻ ഈ സ്കൂളിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയൊക്കെ ചെയ്യണം. കാരണം ഇതിന് ഫണ്ട് അനുവദിക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യവും, ഇപ്പം നമുക്ക് ഈ സ്കൂളിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത് 125 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടപെടൽ മൂലം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാനും കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ഫണ്ടുകളും വളരെ ഭംഗിയായോടും വളരെ വൃത്തിയോടുകൂടിയും അദ്ദേഹം ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഏത് റോഡായാലും സ്കൂളുകളാണെങ്കിലൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇടനിലക്കാരൻ എന്ന ഒരു പങ്ക് മാത്രമാണ് ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്കറിയാം ഫണ്ടുകളെല്ലാം മാക്സിമം നമ്മളെ ഈ സ്കൂളുകളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളെ രക്ഷിതാക്കൾ, അതായത് പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഈ പരിപാടി ശരിക്കും നടക്കുന്നത് വളരെ ചെറിയ മക്കളുടെയാണ്. ഈ ചെറിയ മക്കളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമുക്കറിയാം എല്ലാവരും സ്കൂളിൽ വിട്ടാൽ മിക്ക രക്ഷിതാക്കളും ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ, ഇപ്പം ഞാനും രക്ഷിതാവാണല്ലോ, സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം കണ്ടുവരുന്ന ഒരു രീതി പഠിക്കാൻ നിർബന്ധിക്കുക, പഠനത്തിനോട് മാത്രം. അവൻ പഠിച്ചില്ലെങ്കിൽ അവനെ ചീത്ത പറയുക, അതുപോലെ പല പല കാര്യങ്ങളിലും ഈ പഠനത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനോട് മാത്രം അവനെ നിർബന്ധിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതികൾ കണ്ടു തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ മക്കളെ നമ്മൾ മനസ്സ് ഫ്രീ ആക്കി വിടണം. അവരെ താല്പര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരെ കൂടെ നിൽക്കുന്നപ്പോഴാണ് ഈ വരുന്ന മക്കളെല്ലാം വരുന്ന തലമുറകളെല്ലാം നല്ല സ്വഭാവത്തോടു കൂടി നമ്മളെ രക്ഷിതാക്കൾക്ക് വേണ്ട രീതിയിൽ മക്കൾ വളരുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന പ്രഷർ, നമ്മൾ ഈ മക്കൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന പ്രഷർ നമുക്ക് അവരെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നപ്പോഴാണ്. ഈ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാതെ വരുന്നൊരു പ്രായമുണ്ട്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ടീനേജ് പ്രായം. ഈ ടീനേജ് പ്രായത്തിൽ ഈ മക്കളെല്ലാം നിങ്ങൾ എന്താണോ ചെറുപ്പകാലങ്ങൾ ഈ മക്കളോട് നമ്മൾ നിർബന്ധിക്കണം, നമ്മൾ അവരെ സന്തോഷത്തിനൊക്കെ വിലങ്ങ് നിൽക്കേണ്ടപ്പോൾ ആ സന്തോഷങ്ങൾ എന്താണ് അവർ പ്രാവർത്തികമാകാൻ ശ്രമിക്കുന്ന ഒരു പ്രായമാണ് ടീനേജ്. അതുകൊണ്ട് അവരെ ഇഷ്ടങ്ങളും സന്തോഷത്തിനൊപ്പം നമ്മൾ ജീവിക്കേണ്ടപ്പോഴാണ് നമ്മൾ ശരിക്ക് നല്ലൊരു രക്ഷിതാവുന്നത്. ഇത് ഞാൻ ഈ വേദിയിൽ ഇരുന്നിട്ട് ഒരു വെറും വാക്ക് പറയല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മൂന്ന് മക്കളുടെ രക്ഷിതാവാണ്. സ്വാഭാവികമായിട്ട് ആ 3 മക്കൾ എന്ന് പറയുന്നത് ഒരാൾ 18, ഒരാൾ 15, ഒരാൾ 10, ഇങ്ങനെ പ്രായത്തിൻ്റെ 3 മക്കളുടെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, 3 സ്റ്റേജിലുള്ള മക്കളായതുകൊണ്ട് ഈ 3 മക്കളുടെയും മനസ്സും എല്ലാം കറക്റ്റ് വായിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ പറയുന്നത്.
അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ NSS ക്യാമ്പിൽ, ഇവിടെ ഒരു NSS ക്യാമ്പ് നടന്ന സമയത്ത് ആ ക്യാമ്പിൽ ഞാൻ അവരോട് ചോദിച്ചു, അതായത് നിങ്ങൾ എത്ര പേര് പേപ്പർ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അതിൽ ഒരു മക്കൾ പോലും കൈപൊന്തിച്ചില്ല. ആ മക്കൾ പഠിക്കുന്ന ക്ലാസ്സോ +1 +2. എന്നാൽ ഞാൻ ചോദിച്ചു എത്ര ആൾക്കാർ മൊബൈൽ യൂട്യൂബ് സെർച്ച് ചെയ്ത് വെച്ചു രാവിലെ. അപ്പോൾ അവരൊരു 10-15 ആൾക്കാർ കൈപൊന്തിച്ചു. ഇതാണ് ഇന്നത്തെ സമൂഹം. അത് അവരെ കുറ്റം പറയണോ അതോ നമ്മൾ രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറവാണോ എന്നുള്ളത് നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. നമ്മളെ മക്കളെ നമ്മൾ കുമാരനാശൻ പറഞ്ഞ പോലെ ചെറുപ്പമുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രായത്തിൽ കിടക്കുന്ന മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അവര് ഭാവിയിൽ ചെയ്തു വരേണ്ട കാര്യങ്ങളെല്ലാം അവരെ ശീലിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ വളർത്തണം. കലകളോട് നമുക്കറിയാം, കാരാത്തോട് സംബന്ധിച്ച് LP UP സ്കൂളുകൾ, അവിടുത്തെ അധ്യാപകരെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം അവരൊരിക്കലും ഒരു പഠനത്തിന് മാത്രമായിട്ടല്ല ഈ സ്കൂളുകളിൽ കുട്ടികളെ വാർത്തെടുക്കൽ. അവരെല്ലാം ആർട്സ് വന്നാലും സ്പോർട്സ് വന്നാലും, ഇപ്പം ഈ വാർഷികം, കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ഈ വാർഷികം നമ്മൾ ഇത് കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തണമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി ഈ അധ്യാപകരുടെ കീഴിൽ തന്നെ ഈ മക്കളുടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ റിഹേഴ്സൽ നല്ല രീതിയിൽ, കാരണം നിങ്ങൾക്കറിയാം രാവിലെ തുടങ്ങിയ പരിപാടികളാണ്, നല്ല രീതിയിൽ റിഹേഴ്സൽ നടത്തുകയും അവരെല്ലാം എൻകറേജ് ചെയ്ത് കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ അവർ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ ഈ അധ്യാപകർ നിങ്ങളെ മക്കളെ കൂടെ ഉണ്ട്. രക്ഷിതാക്കളുണ്ട്, ഒരുപാട് രക്ഷിതാക്കൾ എനിക്കറിയാം. എനിക്ക് അറിയുന്ന നമ്മളെ കൂടെ, അതായത് പഞ്ചായത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ തന്നെ അവരെ മക്കളെയൊക്കെ അവരെ ജോലികൾ ലീവ് എടുത്തുകൊണ്ട്, പിന്നെ അവരെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ജോലികളടക്കം ലീവ് എടുത്ത് അവരെ ഡാൻസ് പഠിപ്പിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ അവരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതും, ഇതുപോലെ പരിപാടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് ആ മക്കളുടെ കലാപരിപാടികൾക്കാണ്. അപ്പം എൻ്റെ കാലഘട്ടത്തിലൊക്കെ പറയുകയാണെങ്കിൽ, ഞാനൊക്കെ വളർന്നു വന്നതും ചെയ്തു വന്നതിനൊക്കെ കലയിലും കാര്യത്തിലൊക്കെ കൂടിയിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നുള്ളത്. ഞാനൊക്കെ ഗ്രാജുവേഷൻ കഴിയണവരെ നാടകത്തിലും മൂകാഭിനയത്തിലൊക്കെ സ്റ്റേറ്റിലും മറ്റുള്ളതിലൊക്കെ പോയി നമ്മൾ പങ്കെടുത്ത് ഒരുപാട് പരിപാടിയിലൊക്കെ പോയി വന്ന ആളുകളാണ്. നമ്മളെ മക്കൾ ഇപ്പോൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ കൂട്ടുകയാണെങ്കിൽ, അതായത് അക്കങ്ങൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ ആ കൂട്ടുന്നത് പഠിക്കുന്നതും ഈ LP സ്കൂൾ UP സ്കൂളിലാണ്. ഞാൻ ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത് BSc മാത്സിലാണ്. ഞാൻ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാം. എഴുതി പഠിക്കുന്നതും വായിച്ചു പഠിക്കുന്നതും കണക്ക് കൂട്ടി പഠിക്കുന്നതും ഒക്കെ നമ്മൾ LP UP സ്കൂളുകളിലാണ്. ആ സ്കൂൾ കഴിഞ്ഞാൽ അത് +2 ഡിഗ്രിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കണക്കിൽ പഠിച്ച കൊസീക്കും ടാനും സൈനും ഇന്നേ വരെ ജീവിതത്തിൽ എവിടെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ആദ്യ ചെറുപ്പകാലങ്ങൾ പഠിച്ച 1+1 കൂട്ടാൻ പഠിക്കുന്നത് ഇപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പഠനം വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ആ പഠനത്തോടു കൂടി നമ്മളെ മക്കളെല്ലാം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടിത്തറ, LP UP സ്കൂളിലെ അടിത്തറകൾ നമ്മുടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിലും അധ്യാപക നേതൃത്വത്തിലും നിർബന്ധമായും ആ അടിത്തറ ഉറപ്പിച്ചും കൊണ്ട് തന്നെ വാർത്തെടുക്കണമെന്ന് പറയാണ്. അതുപോലെ തന്നെ മക്കളുടെ കലാപരിപാടികൾ, സ്പോർട്സ് കഴിവുകൾ അവരെ തച്ചുടയ്ക്കാതെ അവരെ മക്കളെ കൂടെ നിന്ന്, ഇപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ അതിനുവേണ്ടി നടക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടിയൊക്കെ മക്കളെ ഒപ്പം അവരെ സുഹൃത്തുക്കളായി, അവരെ സഹപാഠിയായി നമ്മളെല്ലാവരും മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാഠ്യേതര വിഷയങ്ങളിൽ എന്നും നമ്മുടെ സ്കൂളിനൊപ്പമുള്ള നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ PK അബൂ താഹിർ, ഊരകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അവർക്ക് സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ PK അസ്ലു അവറുകൾ, മാനേജർ PMSA UP സ്കൂൾ, നമ്മുടെ സ്കൂളിനൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനായ നജീം മാസ്റ്റർ, വേദിയിലുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വാർഡ് മെമ്പർ അബൂ താഹിർ, PTA പ്രസിഡന്റ് അബ്ദുൽ സമദ്, അതുപോലെ തന്നെ PT മൊയ്തീൻകുട്ടി മാസ്റ്റർ, മറ്റു വേദിയിലുള്ള PTA ഭാരവാഹികൾ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ഏതായാലും ഒരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. കുട്ടികളുടെ കലാപരിപാടികൾ ഇനിയും ഇവിടെ കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ അത് കേൾക്കാനും കാണാനുമാണ് രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഉദ്ഘാടന പരിപാടി ഏതായാലും നടത്തേണ്ടതാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഏതായാലും 107 വർഷം പിന്നിട്ട നമ്മുടെ LP സ്കൂള് ഒരു കാലഘട്ടത്തിൽ ഇവിടെ നജീമാസ് സൂചിപ്പിച്ചു, തേങ്ങാക്കൂട്ടിൻ്റെ അടിയിലായിരുന്നു. ഞാനൊക്കെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനൊക്കെ തേങ്ങാക്കൂട്ടിൻ്റെ അടിയിലാണ് പഠിച്ച് വന്നത്. പക്ഷെ അന്ന് എല്ലായിടത്തും തേങ്ങാക്കൂടും അങ്ങനെയുള്ള സാഹചര്യമാണ്. അന്നൊന്നും സാമ്പത്തികപരമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഗവൺമെൻറ് തലത്തിലും MLAയും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഫണ്ടൊക്കെ അനുവദിച്ചുകൊണ്ട് ഇന്ന് വളരെ ഈ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ പുരോഗതിയിലേക്ക് വന്നു. കാരാത്തൂടി LP സ്കൂള് അഡ്മിഷൻ കൊടുക്കാൻ കഴിയാതെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന അവസ്ഥയാണ്. അത്രയും പുരോഗതിയും വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ അവിടുത്തെ അധ്യാപകർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കലാപ്രകടനങ്ങളിലൊക്കെ ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ കുട്ടികൾ തന്നെ എല്ലാം നമ്മുടെ കുട്ടികളാണ്. എൻ്റെ കുട്ടി നിങ്ങളുടെ കുട്ടിയൊന്നുമില്ല. കുട്ടികളൊക്കെ ഓരോന്ന് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ്. ഈ ചെറിയ കുട്ടികൾ ഇത്ര ഉഷാറായി അവതരിപ്പിക്കുമ്പോൾ ആ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച ഇതൊക്കെ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള സന്തോഷങ്ങളാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കാലഘട്ടത്തിലൊന്നും അതില്ല. അതൊന്നും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കുറവാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊന്ന് ഈ സ്റ്റേജിൻ്റെ മൈക്കയുടെ മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാനൊക്കെ എനിക്ക് വലിയ പേടിയായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു പരിപാടിക്ക് സ്റ്റേജിൽ കയറുന്നത്. അന്ന് ഞാൻ അറിയാതെയാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. എൻ്റെ പേര് എൻ്റെ ക്ലാസ്സിലുള്ള ഒരാൾ പാട്ട് പാടാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് ആരുമല്ല, എൻ്റെ അമ്മായിയുടെ മകൻ, എൻ്റെ ക്ലാസ്മേറ്റായ ഇല്യാസാണ് അത് കൊടുത്തത്. ഞാൻ ഈ പാട്ട് പാടാൻ എന്നെ വിളിക്കുന്ന സമയത്താണ് പാടാൻ ഞാനാണെന്ന് അറിയുന്നത്. ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ കണ്ടാൽ തന്നെ പേടിയാണ്. ഒരു പട്ടാള വേഷത്തിൽ നല്ല കൃതാവൊക്കെ ഇറത്തിയിട്ട് വെള്ള ജുബയും വെള്ള ഇട്ടിട്ടൊരു പട്ടാളക്കാരൻ്റെ മോളാണ് മാഷ്. നല്ല അടി കിട്ടുന്ന കാലം, ഇന്നത്തെ പോലെയല്ല. ഇന്ന് കുട്ടികൾക്ക് ഇന്ന് അടി കിട്ടാറില്ല. മാഷോട് ഞാൻ പറഞ്ഞു, മാഷ് എനിക്ക് പാട്ടറിയില്ല, ഞാൻ പാടിയാലും എവിടെ എത്തൂല്ല, അതുകൊണ്ട് എന്നെ പാടാൻ വിളിക്കരുതാണ്. മാസ്റ്റർ അതെങ്ങനെ? പാടാൻ പേര് കൊടുത്താൽ പാടിക്കോടണം, അവിടെ ഒറ്റ വാക്യമുള്ള. ഞാൻ ആകെ ബേജാറായി. എന്താ ചെറിയാതെങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ആകെ അന്ന് ഈ സിനിമാ പാട്ടാണ് അന്ന് കൂടുതൽ ഓർമ്മ വരിക. കാരണം ഈ റേഡിയോയിൽ ഇങ്ങനെ കേട്ടുള്ളൊരു ശീലമാണ്. അന്ന് TV ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അന്നൊരു മരം ചാടി നടന്നൊരു കുരങ്ങൻ എന്നൊരു പാട്ടുണ്ട്. ഞാൻ ഏതായാലും അതിന് 4 വരി എനിക്കറിയില്ല, ഫുള്ളായിട്ട് അറിയില്ല. ഏതായാലും കയറിയിട്ട് ഞാൻ അവിടെ ഒരു ഡെസ്ക് ഉണ്ട്. ആ ഡെസ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യൻ്റെ കുപ്പായമണിഞ്ഞു, മഹാനെന്ന് നടിച്ചു, മാനിനെന്ന് ഭാവിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. എനിക്കൊക്കെ എൻ്റെ കാല് വറക്കാൻ തുടങ്ങി. കാല് വറച്ചപ്പോൾ ഡെസ്കിൻ്റെ കാലിന് കുറച്ച് ഉയരം കുറവാണ്. ഡെസ്ക് അടക്കം വറക്കൽ തുടങ്ങി. അപ്പോൾ ടക്ക് ടക്ക് എന്നുള്ള ശബ്ദം കൂടി വരൽ തുടങ്ങി. അപ്പോൾ മാഷ് പറഞ്ഞു, ഇനി ഏതായാലും ഈ പാട്ട് നിർത്തിക്കാളെ, ഇനി പാടിയാൽ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. അന്ന് പാട്ട് നിർത്തിയതാണ് ഞാൻ. അന്ന് സ്റ്റേജിൽ പിന്നെ ഈ രാഷ്ട്രീയത്തിലും പൊതുരംഗത്തൊക്കെ വന്നതിന് ശേഷം മൈക്കിൻ്റെ മുന്നിൽ വരാൻ തുടങ്ങി. ഇപ്പം ഇടയ്ക്ക് മൈക്ക് കിട്ടാതിരുന്നാലാണ് കയ്യും കാലും വറക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിവുള്ള ആളുകളാണ്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇനി എന്തും അവതരിപ്പിക്കാനും പഠിക്കാനും ഓർക്കാനൊക്കെ കഴിവുള്ള കുട്ടികളാണ്. അവർക്ക് ഏത് മേഖലയാണ് ഇഷ്ടമെങ്കിൽ അതിനെ പിന്തുണ കൊടുക്കാനും. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളെ അനുസരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ ജീവിക്കുന്നത്.
അവരാണ് നിങ്ങളുടെ എല്ലാം. അത് കഴിഞ്ഞ് അധ്യാപകരനുസരിക്കണം. ഇങ്ങനെ നല്ലൊരു സമൂഹമായി മാറാൻ സാധിക്കണം. അതിന് പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങളൊക്കെ നല്ല പരിപാടികൾ അവതരിപ്പിച്ച് നല്ല പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ, അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിക്കാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. നമ്മളോട് ആശംസ അർപ്പിച്ച് സംസാരിച്ച ശ്രീ PK അസ്ലു അവർക്ക് സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളോട് ആശംസ അറിയിക്കുന്നതിനായി നമ്മളോടൊപ്പം എന്നുമുള്ള ശ്രീ മൊയ്തീൻ കുട്ടി മാസ്റ്റർ അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ അധ്യക്ഷൻ നജീബ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, അതുപോലെ SMC ചെയർമാൻ PK അസ്ലു, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഈ വാർഡിൻ്റെ എല്ലാമായ അബു താഹിർ, മൻസൂർ, അബു, മറ്റ് എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അധ്യാപികമാരെ, ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട ഒരു ആശംസാ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ ഈ വിദ്യാലയത്തിൽ വന്നിരുന്നു. പാലിയേറ്റീവിന് വേണ്ടിയിട്ട് UP സ്കൂൾ ശേഖരിച്ച ആ സംഖ്യ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളെ പാലിയേറ്റീവിൻ്റെ പ്രസിഡന്റും ഉണ്ടായിരുന്നു. സ്റ്റേജിലാണെങ്കിൽ കുട്ടികളുടെ, ആൺകുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും ഒക്കെ അരങ്ങേറുകയാണ്. അപ്പൊ ആ കോൽക്കളി കണ്ട് തരിച്ചു നിന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത് 6-ലോ 7-ലോ 5-ലോ കുട്ടികളാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്ന് വെച്ചാൽ UP സ്കൂളിലെ, LP സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ, 2-ാം ക്ലാസ്സിലെ, 3-ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികൾ UP സ്കൂളിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കത് തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ധരിച്ചു പോയി ഒരുപക്ഷെ അത് UP സ്കൂളിലെ കുട്ടികളാണ് എന്ന്. പക്ഷേ LP സ്കൂളിലെ കുട്ടികളാണ് കളിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഒരുപാട് കലാപരിപാടികള് ഇവർ അരങ്ങേറുന്നുണ്ട്. ഇന്നലെ നിങ്ങളെ റിഹേഴ്സൽ ഞാൻ വീക്ഷിച്ചു. തട്ടിന്റെ മുകളിലല്ലേ, അത് തന്നെ എന്തൊരു ചന്തമാണ്. ഞാൻ പലവട്ടം അത് ആവർത്തിച്ച് കണ്ടപ്പോൾ ഞാൻ എൻ്റെ 32 കൊല്ലത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടിട്ട് ഇവിടെ നിങ്ങളെ പരിപാടി അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ബഹുമാനനായ അസുലി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വിദ്യാലയവും അതുപോലെ തന്നെ നമ്മളെ LP സ്കൂളും ഇരട്ട കുട്ടികളാണ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അവിടെ വെള്ളമില്ലെങ്കിൽ ഇവിടെ വെള്ളമുണ്ടെങ്കിൽ അവിടെ വെള്ളമെത്തും, അവിടെ ഭക്ഷണമില്ലെങ്കിൽ ഇവിടെ ഭക്ഷണമെത്തും. അങ്ങനെ എല്ലാവിധ ഒരു ഇരട്ട സന്താനങ്ങളായിട്ട് നമ്മളെ വിദ്യാലയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഐക്യത്തിന്റെ ഒരു സന്ദേശമായിട്ടാണ് നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ സൽപ്പേര് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞാൻ പല രക്ഷിതാക്കന്മാരും ഞാൻ അമ്പേരി ഭാഗത്ത് നെല്ലിപ്പറമ്പ് ചെല്ലുമ്പോൾ നമ്മളെ യൂണിഫോം ഇട്ട കുട്ടികളെ കാണുന്നുണ്ട്. എന്തോടും നിങ്ങൾക്ക് നെല്ലിപ്പറമ്പ് സ്കൂളില്ലേ? അപ്പോൾ അവർ പലരും പല കാരണങ്ങൾ പറഞ്ഞ് അവിടുത്തെ വിദ്യാഭ്യാസം വളരെ നല്ല നിലയിൽ, ആ LP സ്കൂളിലെ വിദ്യാഭ്യാസം വളരെ നല്ല നിലയിൽ അവിടുത്തെ ടീച്ചർമാരും അധ്യാപകരും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാരണമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ കുട്ടികളെ അങ്ങോട്ട് അയക്കാൻ പ്രേരിതമായിട്ടുള്ളത്. ഇവിടെ നമ്മളെ PTA പ്രസിഡന്റും അതുപോലെ തന്നെ അസുല കൊണ്ട് നമ്മളെ LP സ്കൂളിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഏതായാലും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ മാത്രം മതി എന്നുള്ളത്. നമ്മുടെ സ്കൂളിന് ഉൾക്കൊള്ളാൻ പറ്റിയ കുട്ടികളല്ല ഇവിടെ ഉള്ളത്. നമുക്ക് 1 കോടി പൈസ ചെലവ് കിട്ടെങ്കിലും നമുക്കതിന് പറ്റിയ ആവശ്യത്തിനുള്ള ബിൽഡിങ് കുട്ടികളെ ഉൾക്കൊള്ളാൻ നമുക്ക് കിട്ടിയിട്ടില്ല. ബഹുമാനനായ മെമ്പർ ഇവിടെയുണ്ട്. മെമ്പർ സ്ഥലമായിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്ഥലം അക്വയർ ചെയ്ത് അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്ഥലം കിട്ടി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്.
ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ പല ഗുണങ്ങളും ഒത്തിണങ്ങിയതാണ്. മാതൃകാ വിദ്യാലയം നമ്മളെ കാരാത്തോട് GMLP സ്കൂൾ കേരളത്തിലെ എണ്ണപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് ഞങ്ങൾ സങ്കല്പിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യവും കൂടിയാണത്. എല്ലാ നിലയിലും ഞാൻ മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ആ സൈഡിലാണ് ഇരിക്കുക, ബസ്സിലാ പോലെ. അപ്പൊ ഞാൻ നോക്കിലെടുക്കണം നമ്മളെ ഗേറ്റിന്റെ അടുക്ക, സ്കൂളിന്റെ അടുക്ക്. കുട്ടികളെ പുറത്തുണ്ടോ അകത്തുണ്ടോ എവിടെയില്ല. വളരെ അച്ചടക്കത്തില്, വളരെ സൈലന്റ് ആയിട്ട്. ചില 4-5 കുട്ടികളെ പുറത്തിരിക്കുന്നുണ്ടാവും, കൂടെ ഒരു ടീച്ചർ ഉണ്ടാവും. അവിടെ മോശമായ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കായിരിക്കും അത്. അങ്ങനെ എല്ലാ നിലയിലും നമ്മളെ വിദ്യാലയത്തെ ഉന്നതയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ മെമ്പറുടെ ഭാഗത്തിൽ നിന്നും പഞ്ചായത്തിലെ ഭാഗത്തിൽ നിന്നും, അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞാപ്പ പഠിച്ച സ്കൂളാണ് ഇത്. ഞങ്ങൾ ഒപ്പം പഠിച്ചതാണ്. തേങ്ങാക്കൂട് എന്നുള്ളത് സത്യമാണ്. ആ തേങ്ങാക്കൂട് സ്കൂളിൽ നിന്ന് മാറി മാറി വന്ന് ഏകദേശം ഒരു സ്വർണ്ണക്കൂടായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്തരം തല ഉയർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയം നൂരകം പഞ്ചായത്തിലോ വേഗര മണ്ഡലത്തിലോ ഇല്ല എന്നൊരു ചന്തമാണ്. ഞാൻ ഇന്നും രാവിലെയും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് ഒന്ന് നോക്കി. എന്തൊരു രസമാണ്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ ഇതിന്റെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു പറഞ്ഞു, ഇതൊരു മെഡിക്കൽ കോളേജാണോ എന്ന്. പക്ഷെ ഇന്ന് അദ്ദേഹം പറയണമെങ്കിൽ ചോദിക്കും ഇതൊരു യൂണിവേഴ്സിറ്റി കോളേജ്. ഒരുപക്ഷെ അദ്ദേഹം ചോദിക്കാൻ കാരണമുണ്ട്. അത്രയും നല്ല നിലയിൽ വളരെ സത്യസന്ധമായിട്ട് വളരെ ആധുനിക രീതിയിൽ അതിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും, ടോയ്ലറ്റ് ഉണ്ട്, കളിസ്ഥലമുണ്ട്, മഴ താഴെ കൊള്ളില്ല, എല്ലാവിധ സജ്ജീകരണങ്ങളും ഉൾക്കൊണ്ട വിദ്യാലയമായിട്ട് അത് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറ്റാൻ സാധിച്ചതിൽ നിങ്ങളെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് നമ്മൾ ആപൂനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. മനസ്സിലായോ? അതിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഞാനൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിന്. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് പല കാരണങ്ങളാല് ഞങ്ങളൊക്കെ മീറ്റിങ്ങിൽ മാത്രം ഒതുങ്ങി. പക്ഷേ മെമ്പർ അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും ഈ വിദ്യാലയത്തിന് ഞാൻ സെമിനാർ ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ സെമിനാർ ബുക്ക് ഞാൻ അങ്ങനെ നോക്കി. കാരാത്തോട് സ്കൂളിൽ വല്ലതും വെച്ചിട്ടുണ്ടോ? ഒരുപാട് നല്ല കാര്യങ്ങൾ, കുടിവെള്ളത്തിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ഡെസ്കിന്റെ കാര്യത്തില്, ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ 200 ചെയറിന്റെ കാര്യം പറഞ്ഞു. അതൊക്കെ തന്നെ മറ്റ് മെമ്പർമാർക്കൊന്നും വാങ്ങിക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണത്. പക്ഷെ നമ്മളെ മെമ്പർ അതും ഈ വിദ്യാലയത്തിലൂടെ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടു കൂടി ഈ വിദ്യാലയത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എൻ്റെ ഭാഗത്തുനിന്ന് നീക്ക് നന്ദി ചെയ്യും. നമ്മളോട് ആശംസ അർപ്പിച്ച് സംസാരിച്ച ശ്രീ മൊയ്തീൻകുട്ടി മാസ്റ്റർ അവർക്ക് സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ വിജയികളായ കുട്ടികൾക്കുള്ള, വിവിധ മേഖലകളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ആദ്യമായി LSS വിന്നേഴ്സ് 2024-25 വർഷത്തെ LSS വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ്. മുഹമ്മദ് മഫാസ് കെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ശ്രീ PK അബൂ താഹിർ, മെമ്പർ ഊരകം ഗ്രാമപഞ്ചായത്ത് അവരുടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മെഹ്ന അഷ്റഫ് PT 2023-24 അധ്യയന വർഷത്തെ LSS വിജയി മെഹ്ന അഷ്റഫ് PT. മുഹമ്മദ് ഹാഷിർ. അടുത്തതായി ലിറ്റിൽ മാസ്റ്റർ സീസൺ 2 സ്കൂളിൽ 1 വർഷമായി നടന്നുവരുന്ന ക്യൂസ് പ്രോഗ്രാം 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹാമി ഹംദാൻ. 2C ക്ലാസ്സിലെ ഹാമി ഹംദാൻ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ PK അസ്ലു അവരെ സ്വാഗതം ചെയ്യുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നത് ശ്രീ
PK അസ്ലു അവർകൾ. ലിറ്റിൽ മാസ്റ്റർ സീസൺ 2 സെക്കൻഡ് പ്രൈസ് നസ്മിൻ M 4C. അടുത്തതായി തേർഡ് പ്രൈസ് മുഹമ്മദ് ഇസാൻ PK 3C. ലിറ്റിൽ മാസ്റ്റർ സീസൺ 2 വിന്നേഴ്സ്. ലിറ്റിൽ മാസ്റ്റർ ബെസ്റ്റ് പെർഫോമേഴ്സ് റഷ ഫാത്തിമ 1A. ലിറ്റിൽ മാസ്റ്റേഴ്സ് ബെസ്റ്റ് പെർഫോമർ അദ്വൈത് UKG A. അദ്വൈത് UKG A. അടുത്തതായി വേങ്ങര സബ് ജില്ലാ കലാമേളയിൽ 90ഓളം LP സ്കൂളുകൾ പങ്കെടുത്ത വേങ്ങര സബ് ജില്ലാ കലാമേളയിൽ അറബിക് വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടിക്കൊണ്ട് GMLPS കാരാത്തോട്. ജനറൽ വിഭാഗം 3ാം സ്ഥാനം GMLPS കാരാത്തോട്. സബ് ജില്ലാ കലാമേളയിൽ വിജയികളായുള്ള കുട്ടികൾക്കുള്ള സമ്മാന വിതരണം. ലിബ ഫാത്തിമ 4B. മുഹമ്മദ് ഇസാൻ PK കന്നഡ പ്രസംഗം. ഫാത്തിമ NK 3C അറബിക് കഥ പറയൽ ആക്ഷൻ സോങ്. ആദ്യ 3C ഭരതനാട്യം A ഗ്രേഡ്, നാടോടി നൃത്തം A ഗ്രേഡ്, മോണോ ആക്ട് B ഗ്രേഡ്. ആയിഷ സൻഹ കയ്യെഴുത്ത് അറബി A ഗ്രേഡ്. ജിഫ്ന ഫാത്തിമ ആക്ഷൻ സോങ് A ഗ്രേഡ്. ഫാത്തിമ P കഥ പറയൽ A ഗ്രേഡ്. ആയിഷ സഹ്വ അറബിക് പദ്യചൊല്ലൽ A ഗ്രേഡ്. നിദ ഫാത്തിമ ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ A ഗ്രേഡ്. മുഹമ്മദ് ഷാമിൽ 1C പദനിർമ്മാണം. നക്ഷത്ര 3A കന്നഡ പദ്യം.
മുഹമ്മദ് ഈസ. തമിഴ് പദ്യം, ഖുർആൻ പാരായണം. മുഹമ്മദ് ഫെബിൻ KT. തമിഴ് പ്രസംഗം. അടുത്തതായി ഗ്രൂപ്പ് സോങ്. മലയാളം B ഗ്രേഡ്, ദേശഭക്തി ഗാനം A ഗ്രേഡ്. നഷ്വ അലിൻ 4C, നഷ്മിയ 4C, ഫാത്തിമ 4C, ഫാത്തിമ ലിയ CT, ഫാത്തിമ ഫർഹ A, ആയിഷ നുസ്ഹ PC, ഫാത്തിമ ഇന്ദിഷ P, ദിൽന M, ആയിഷ മിൻഹ K, വിവിധ പാഠ്യേതര വിഷയങ്ങളിൽ മികവുയർത്തിക്കൊണ്ട് കാരാത്തോട് ദേശത്തിന്റെ വെളിച്ചം വാരിവിതറിയ എല്ലാ കുരുന്നുകൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ PK അബൂ താഹിർ, PTA പ്രസിഡന്റ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും നമ്മുടെ സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. വേദിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ തുടരുന്നു.